വേനൽ കടുത്തു, വെള്ളം കിട്ടാനില്ല. ആട്ടിൻപാറ ജലവൈദ്യുത നിലയത്തിൽ ഉൽപാദനം നിർത്തിവെച്ച് KSCB അധികൃതർ. ജില്ലയിലെ ഏക ജലവൈദ്യുത പദ്ധതിയായ ആട്ടിൻപാറ ചെറുകിട ജലവൈദ്യുത നിലയത്തിലാണ് വെള്ളം ഇല്ലാത്തതിനാൽ ഉൽപാദനം നിർത്തിവെക്കാൻ KSCB തീരുമാനിച്ചത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. കാഞ്ഞിരപ്പുഴയിലെ നീരൊഴുക്കിനെ ആശ്രയിച്ചാണ് ഈ ജലവൈദ്യുത നിലയത്തിലെ ഉൽപാദനം നടക്കുന്നത്. വേനൽ കടുത്തതിനെ തുടർന്ന് കാഞ്ഞിരപ്പുഴ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നേരത്തെ വറ്റിവരേണ്ട അവസ്ഥയിലാണ്. വേനൽ മഴ ലഭിച്ചിരുന്നുവെങ്കിൽ ഇക്കുറി ചരിത്ര നേട്ടം കൈവരിച്ചേനെയെന്ന് അധികൃതർ പറയുന്നു. 2015 ജില്ലയിലെ ആദ്യത്തെ ചെറുകിട ജലവൈദ്യുത പദ്ധതി അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് കമ്മീഷൻ ചെയ്തത്. 9 ദശലക്ഷം യൂണിറ്റ് പ്രതിവർഷം ഉൽപാദനം ലക്ഷ്യമിട്ടാണ് പദ്ധതി തുടക്കം കുറിച്ചത്. 2021-22 ഏറ്റവും കൂടുതൽ വൈദ്യുതി ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ചത്. രണ്ടാമത്തെ ചരിത്ര ഉൽപാദനം ഇക്കുറി കൈവരിക്കാനായി. 2021 12 ദശലക്ഷം യൂണിറ്റ് ഉൽപാദനം നടത്തി സർവകാല റെക്കോർഡിലേക്കെത്തി. അതിനോടടുത്ത ഉൽപാദനമാണ് ഇക്കുറിയും ഉണ്ടായത്. 11.20 ദശലക്ഷം യൂണിറ്റാണ് ഈ വർഷം ഉൽപ്പാദിപ്പിച്ചത്. കാഞ്ഞിരപ്പുഴയിലെ ജലത്തെ ആശ്രയിച്ചാണ് വൈദ്യുതി ഉൽപാദനം നടക്കുന്നത്. 1.5 മെഗാവാട്ടിന്റെ 2 ജനറേറ്ററും 0.5 മെഗാവാട്ടിന്റെ 1 ജനറേറ്ററുമാണ് നിലയത്തിലുള്ളത്. ജൂൺ മുതൽ ജനുവരി വരെ 3 ജനറേറ്ററുകളും ഒരേ സമയം പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ ജലം ലഭിക്കും. ഫെബ്രുവരി മുതൽ മെയ് വരെ സാധാരണ 1/2 മെഗാവാട്ടിന്റെ ജനറേറ്ററാണ് പ്രവർത്തിപ്പിക്കുക. ഈ വർഷം വേനൽ മഴ ചതിച്ചതോടെയാണ് വെള്ളം ഇല്ലാതെ വൈദ്യുതി ഉൽപാദനം പൂർണ്ണമായും ഇപ്പോൾ നിർത്തിവെക്കേണ്ടി വന്നിട്ടുള്ളത്. നമ്മുടെ ആട്ടിൻപാറ ജനറേഷൻ സ്റ്റേഷൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 9.1 ദശലക്ഷം യൂണിറ്റാണ്. ഈ വർഷവും നമുക്ക് അടുപ്പിച്ച് 3 വർഷങ്ങളിൽ നമുക്ക് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു. ഈ പ്രാവശ്യം എന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡ് ടോപ്പസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉൽപ്പാദനം നടത്താൻ കഴിഞ്ഞു. ഈ മാർച്ച് 30 വരെ നമുക്ക് ഉൽപ്പാദനം ഉണ്ടായിരുന്നു. അതിനുശേഷം നീരൊഴുക്ക് തീരെ ഇല്ലാത്തതിനാൽ നമ്മളിപ്പോൾ നിർത്തിവെച്ച് ഇപ്പം നമ്മൾ ഈ മാസങ്ങളിൽ മെയിൻ്റനൻസ് നടത്തുകയാണ്. ഒരുപക്ഷെ വേനൽമഴ കിട്ടുകയായിരുന്നെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടത്താൻ കഴിയുമായിരുന്നു. 2015 പ്രവർത്തനം തുടങ്ങി 2018 2019 ഉണ്ടായ പ്രളയങ്ങളെ തുടർന്ന് വൈദ്യുതി നിലയത്തിന് കേടുപാടുകൾ പറ്റിയതിനെ തുടർന്ന് അറ്റകുറ്റപ്പണി നടത്തി 2020 വീണ്ടും ഉൽപ്പാദനം പുനരാരംഭിച്ചത്. കഴിഞ്ഞ 6 വർഷമായി വൈദ്യുതി ഉൽപ്പാദനം ഭേദപ്പെട്ട നിലയിൽ നടന്നുവരുന്നതായി സബ് എഞ്ചിനീയർമാരായ K. പ്രജീഷ്, മെൽവിൻ ആന്റണി എന്നിവർ പറഞ്ഞു. 1 യൂണിറ്റിന് 4 രൂപ പ്രകാരം വൈദ്യുതി ബോർഡിന് ലാഭം 4.48 കോടി രൂപയാണ്. 2015 നമ്മൾ ഇത് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്രാവശ്യം ഇപ്പോൾ വെള്ളത്തിൻ്റെ ദൗർലഭ്യം കാരണം നമ്മൾ ഇപ്പോൾ ജനറേഷൻ നിർത്തി വെച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് വൈദ്യുതി ഉൽപ്പാദനം കിട്ടിയിരിക്കുന്നത് 2021-22 കാലഘട്ടത്തിലായിരുന്നു. ഏകദേശം 11.9 ദശലക്ഷം യൂണിറ്റ് നമുക്കന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റി. അതാണ് ഏറ്റവും ഹയസ്റ്റ്. ഇപ്പോൾ സെക്കൻഡ് ഹയസ്റ്റ് നമ്മൾ ഈ വർഷം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് 25-26 സാമ്പത്തിക വർഷം. ഇപ്പോൾ നമുക്ക് മഴയുടെ ദൗർലഭ്യം കാരണം ജനറേഷൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. വയനാട്ടിലെ വെള്ളരിമലയിൽ നിന്നുമാണ് കാഞ്ഞിരപ്പുഴ ഒഴുകിയെത്തുന്നത്. വയനാട്ടിലും ഇക്കുറി വേനൽ മഴ കുറഞ്ഞതും കാഞ്ഞിരപ്പുഴ വറ്റിവരളാൻ കാരണമായി. A+ വിഷൻ, നിലമ്പൂർ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈ വേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.